വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രമേശ് പറയുന്നുണ്ട് അമ്മയാണ് വരുന്നത്. പിന്നെ എന്നിട്ട് അവൻ്റെ അച്ഛനോട് പറയുകയാണ് അവളുടെ അച്ഛനൊന്നും വരില്ല, വെറുതെ പറയുന്നതാണ്, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അവളുടെ അച്ഛനെ അവൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ രമേശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പതുക്കെ പറയട്ടെ, ടീച്ചർ കേൾക്കുമെന്ന്. അന്നേരം അച്ഛനാണ് വരുന്നതെന്ന് സത്യ പറയുന്നുണ്ട്. തുടർന്ന് പത്മിനിയുടെ ആരാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും വിഷ്ണു അച്ഛനും പിന്നെ സത്യാമ്മയും എല്ലാവരും വരും, ഇപ്പോൾ വരുമെന്ന് പറയുകയാണ്. തുടർന്ന് ഒരു മൂന്നാമത്തെ കുട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഈ കുട്ടിയുടെ ആരാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ വരുന്നുണ്ട്, അത് എൻ്റെ അച്ഛൻ വന്നു എന്ന് പറയുകയാണ്. തുടർന്ന് ഈ ശ്രീകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഈ കുട്ടിയെ അങ്ങോട്ട് ഇട്ട് മടിയിൽ അച്ഛൻ ഇരുന്നിട്ട് കുട്ടിയെ അങ്ങോട്ട് മടിയിലേക്ക് ഇരുത്തുന്നുണ്ട്. അന്നേരം ഇരിക്കുന്ന സത്യം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ഇരിക്കുന്നുണ്ട്. അന്നേരം സത്യം പറയുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇനി വരാനുള്ളൂ, ഇനി വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛൻ വന്നില്ലെങ്കിലും പിന്നെ സത്യ ടെൻഷനൊന്നും ആവണ്ട എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ എനിക്ക് ടെൻഷനൊന്നുമില്ല, അച്ഛൻ വരും, എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്നിങ്ങനെ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി ഇങ്ങനെ സത്യ പറയുകയാണ്. പക്ഷെ അത് കേട്ട് വിഷമിച്ച് പപ്പി ഇരിക്കുന്നുണ്ട്. ഇതേ സമയം ശാലിനി അവിടെ റെഡി ആവുന്നത് കാണിക്കുന്നുണ്ട്. കണ്ണിലിങ്ങനെ ലെൻസൊക്കെ ഇടുന്ന, മീശ എടുത്ത് വെക്കുന്നുണ്ട്, താടി വെക്കുന്നുണ്ട്, തലയിൽ അതേപോലെ വിഗ്ഗൊക്കെ വെച്ച് കോട്ടും വാച്ചും ബ്രേസ്ലെറ്റും മാലയും ഒക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ശാലിനി മൊത്തത്തിൽ കാണിക്കുന്നില്ല, ശാലിനി തന്നെയാണ് അതിങ്ങനെ ആൺവേഷം കിട്ടുന്നതായിട്ട് അവർ റെഡി ആയിട്ട് ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ പ്രിൻസിപ്പൾ ആണെങ്കിൽ അവാർഡിനെക്കുറിച്ചും കുട്ടികൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ അങ്ങോട്ട് പ്രസംഗം നടത്തുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ശാലിനി ആണെങ്കിൽ ബുള്ളറ്റിൽ വന്ന് അവിടെ വണ്ടി നിർത്തുന്നുണ്ട്. അന്നേരം പ്രിൻസിപ്പൾ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നുണ്ട് സത്യഭാമ, പത്മിനി, നിങ്ങളുടെ പാരൻസ് എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് ശാലിനി ഇങ്ങനെ അകത്തേക്ക് നടന്ന് കയറിയിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്ഷയ്, സത്യയുടെ ഗാർഡിയനാണ് എന്നിങ്ങനെ പറയുമ്പോൾ സത്യ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം ഹായ് അച്ഛൻ എന്ന് പറഞ്ഞ് സത്യ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം പപ്പിയും അങ്ങനെ സത്യയുടെ അച്ഛൻ എന്നും പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി പപ്പിക്ക് മനസ്സിലാവില്ലയോ എന്ന് അവിടെ അപ്പോഴും കാണിക്കുന്നില്ല. അതിനുശേഷമാണെങ്കിൽ ഹായ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്, ശാലിനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരം ഇപ്പം മോൾക്ക് സന്തോഷമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് കവിളിലേക്ക് കെട്ടിപ്പിടിച്ച് മൊത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അന്നേരം സത്യമാണെങ്കിൽ ആ ശബ്ദം ശ്രദ്ധിക്കുന്നില്ല. നേരത്തെ ഫോൺ വിളിക്കുമ്പോൾ വിഷ്ണു അച്ഛൻ്റെ അതേ സംസാരം എന്ന് പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ശാലിനി ഒരു ആൺ ശബ്ദത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതവിടെ സത്യം ശ്രദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. തുടർന്ന് പ്രിൻസിപ്പൾ പറയുന്നുണ്ട് സത്യഭാമയുടെ പാരൻ്റ് വരാതെ ഇരുന്നപ്പോൾ ഞങ്ങൾ ചടങ്ങുകൾ അങ്ങോട്ട് തുടങ്ങി വെച്ചു, എന്നാലും മുഖ്യ ചടങ്ങ് തുടങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് പത്മിനിയോട് ചോദിക്കുന്നുണ്ട് പത്മിനിയുടെ പാരൻസ് എവിടെയും ചോദിക്കുമ്പോൾ ഇപ്പോൾ വരും എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് സത്യയോട് പറയുന്നുണ്ട് അവിടെ പോയിരുന്നു, അച്ഛൻ 1-2 ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശാലിനി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സത്യ ഇവിടെ പോയി ഇരിക്കുന്നതിനോടൊപ്പം രമേശിനോട് ചോദിക്കുന്നുണ്ട് കണ്ടോ, എൻ്റെ അച്ഛൻ വന്നത് കണ്ടോ, കണ്ണ് നിറച്ച് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ രമേശിനോട് ചോദിക്കുകയാണ്. പക്ഷെ അന്ന് രമേശ് ഇങ്ങനെ അന്തമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ശാലിനിയാണെങ്കിൽ അനുപല്ലവി ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാനിവിടെ ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമേ വിഷ്ണുവേട്ടൻ്റെ വണ്ടി സ്കൂളിലെത്താൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഓക്കെ മേഡം എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേസമയം വിഷ്ണുവും സത്യഭാമയും രോഹിത്തും കൂടി ഇങ്ങനെ വണ്ടിയിൽ വരുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ നല്ല സ്പീഡിന് ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. അന്നേരം വിഷ്ണു മനസ്സിൽ പറയുന്നുണ്ട് സത്യയ്ക്കും പപ്പിക്കും നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണമെന്ന്. അന്നേരം അത് കേട്ടതുപോലെ സത്യഭാമയും തിരിച്ച് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ സത്യയെ ലാളിക്കുന്നത് എനിക്ക് കാണണം, ഗിഫ്റ്റ് കൊടുക്കുന്നതും എനിക്ക് കാണണം എങ്ങനെയാണെന്നുള്ളത്, ഞാനുള്ളപ്പോൾ അത് നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഭാമ പറഞ്ഞിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ വൈകിയോ എന്ന്. അന്നേരം കുറച്ച് വൈകി എന്നിങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. അന്നേരം പപ്പി പ്രത്യേകം പറഞ്ഞതാണ് നേരത്തെ ചെല്ലണമെന്നുള്ളത്, അല്ലെങ്കിൽ അവൾക്ക് വഴക്ക് കേൾക്കുമെന്നുള്ളത്. ഇതാണ് പറയുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ നേരത്തെ ഇറങ്ങണമെന്ന്, അല്ലെങ്കിൽ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആരെങ്കിലും കയറി വരും എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് പാലത്തിൻ്റെ അവിടെ അത്രയും ബ്ലോക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന്. അന്നേരം ഇവരങ്ങ് ടെൻഷൻ ആവുകയാണ്. തുടർന്ന് മാക്സിമം സ്പീഡിൽ വണ്ടി വിട്ടോളാനായിട്ട് സത്യഭാമ പറയുന്നുണ്ട്. വിഷ്ണു അതേപോലെ നല്ല സ്പീഡിന് വണ്ടി ഓടിച്ചു പോവുകയാണ്. തുടർന്ന് പിന്നെ ഈ രാമേട്ടനും അനുപല്ലവിയും കൂടി വണ്ടിയിൽ വന്നിട്ട് ഈ സ്കൂളിലേക്ക് തിരിയുന്ന റോഡിൻ്റെ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് അവർ വണ്ടി നിർത്തുകയാണ്. തുടർന്ന് പിന്നെ വിഷ്ണു ഒക്കെ വരുന്നുണ്ടല്ലോ, അതിന് മുന്നിൽ വണ്ടി നിർത്തിയിട്ട് രാമേട്ടനോട് അനുപല്ലവി പറയുന്നുണ്ട് ഇവിടെ ഒരു ബോർഡ് വെക്കണമെന്നുള്ള, സ്റ്റോപ്പ് എന്നുള്ള ബോർഡും ടേക്ക് ഡീവിയേഷൻ എന്നുള്ള ബോർഡും വെക്കുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴി തിരിച്ച് മറു സൈഡിലേക്ക് വിടാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ രാമേട്ടനാണെങ്കിൽ ഡിക്കിയിൽ നിന്ന് 2 ബോർഡുകളും മറ്റേ ചുമന്ന കുറ്റിയും കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. സ്റ്റോപ്പ് ടേക്ക് ഡീവിയേഷൻ എന്നുള്ള ബോർഡ് വയ്ക്കുകയാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകാതെ മറ്റേ റോഡിലൂടെ ചുറ്റിത്തിരിഞ്ഞ് പോകുന്ന ഒരു വഴിയാണ് കാണിക്കുന്നത്. അതേപോലെ ബോർഡ് വെച്ചിട്ട് ഇവർ കുറച്ചപ്പുറത്തേക്ക് വണ്ടി മാറ്റിയിടുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ വണ്ടി അവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ ബോർഡ് വെച്ചിരിക്കുന്ന കാണുകയാണ്. അന്നേരം അയ്യോ റോഡ് ബ്ലോക്ക് ആണല്ലോ, എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ വണ്ടി നിർത്തുമ്പോൾ സത്യഭാമ അങ്ങ് കൈ വയ്ക്കുകയാണ്. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ലേറ്റ് ആവുമെന്നുള്ളത്. തുടർന്ന് ഈ ബോർഡ് വെച്ചിരിക്കുന്നത് പോലെ ടേക്ക് ഡീവിയേഷൻ എന്ന റോഡേ തന്നെ വിഷ്ണു വണ്ടി ഓടിച്ച്
പോവുകയാണ്. അന്നേരം രാമേട്ടനും അനുപല്ലവിക്ക് സന്തോഷമാവുകയാണ് അവരതുപോലെ പോയി എന്നുള്ളത്. തുടർന്ന് അവർ തിരികെ വന്നിട്ട് ഈ ബോർഡും ആ കുറ്റിയും ഒക്കെ എടുത്ത് വീണ്ടും ഡിക്കിയിൽ വെച്ചിട്ട് അവരവിടെ നിന്ന് അങ്ങ് സ്ഥലം വിടുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, ഈ റോഡ് സ്കൂളിലേക്ക് തന്നെയാണോ, കറക്റ്റ് തന്നെയാണോ ചോദിക്കുമ്പോൾ അവിടെ അങ്ങനെയല്ലേ ബോർഡ് വെച്ചേക്കുന്നതെന്ന്. ഇപ്പോൾ പക്ഷേ ഈ റോഡ് പണി ഇന്നലെ ഞാൻ ഇതുവഴിയാണല്ലോ വന്നത്, അതൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം രോഹിത് ശരിവയ്ക്കുന്നുണ്ട്, നമ്മൾ വരുന്ന വഴിക്കൊന്നും റോഡ് പണി കണ്ടില്ലല്ലോ എന്ന്. അന്നേരം ഇനിയിപ്പോൾ ഇത് തന്നെയാണോ, ഇങ്ങനെ നാട് ചുറ്റി നമ്മൾ നടന്നാൽ കറക്റ്റ് സമയത്ത് എത്തില്ലേ എന്നൊക്കെ സത്യഭാമയും ആശങ്കപ്പെടുന്നുണ്ട്. എന്നിട്ട് ഭാമ പറയുകയാണ്, ഇങ്ങനെ സംശയിച്ച് പോകണ്ട, മാക്സിമം സ്പീഡിൽ വണ്ടി വിട്ടോളാൻ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ നല്ല സ്പീഡിന് വണ്ടി വിട്ട് പോവുകയാണ്. അതൊരു ചുറ്റി റോഡിൽ കൂടെയാണ് ഇവരിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം സ്കൂളിൽ അവിടെ ഫംഗ്ഷൻ ആണെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സ്വാഗത പ്രസംഗമൊക്കെ പറയുന്നുണ്ട്. അവാർഡിനെ കുറിച്ചും സ്റ്റേറ്റ് ലെവലിലാണിപ്പോൾ, ഇനി നാഷണൽ ലെവലിലേക്ക് പോകാം, കുട്ടികളുടെ പാരൻസിനോടൊപ്പം അവർക്കൊരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നതെന്നൊക്കെ ടീച്ചർ അവിടെ തകൃതിയായിട്ട്, പ്രിൻസിപ്പളോട് തകൃതിയായിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണുവും അവരൊക്കെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുറച്ച് ദൂരം എത്തുമ്പോഴേക്ക് റോഡ് അങ്ങോട്ട് തീരുകയാണ്. ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെ എത്തി റോഡ് തീരുന്നുണ്ട്. അന്നേരം വണ്ടി നിർത്തുന്നുണ്ട് വിഷ്ണു. എന്നിട്ട് ആ റോഡ് തീർന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ തലയെ കൈവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിൽ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ലേ രോഹിതയും ചോദിക്കുമ്പോൾ ഫംഗ്ഷൻ എന്തായാലും തുടങ്ങി കാണുമെന്ന് രോഹിത് പറയുകയാണ്. തുടർന്ന് സത്യഭാമ പറയുകയാണ്, വിഷ്ണു നീ എന്തിനാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, വണ്ടി റിവേഴ്സ് എടുക്ക്, നമുക്ക് വന്ന വഴിയെ തന്നെ പോകാം, എന്നിട്ട് പോകുന്ന വഴി ആരോടെങ്കിലും വഴി ചോദിക്കാമെന്ന് പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ വണ്ടി റിവേഴ്സ് എടുത്ത് അവർ വന്ന വഴിയെ തിരിച്ചു പോകുന്നുണ്ട്. തുടർന്ന് അവിടെ അവാർഡ് വിതരണം തുടങ്ങുന്നുണ്ട്. ആദ്യം സത്യഭാമയ്ക്കാണ് അവാർഡ് നൽകുന്നത് എന്ന് പറയുമ്പോൾ സത്യ എഴുന്നേറ്റ് പിന്നെ ശാലിനിയോടൊപ്പം ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. തുടർന്ന് സത്യ ശാലിനിയോടൊപ്പം നിന്ന് അവാർഡ് വാങ്ങുകയാണ്. അന്നേരം അച്ഛൻ കൂടെ ഉണ്ട്, അച്ഛനോടൊപ്പം അവാർഡ് വാങ്ങുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ആകെ സത്യ ഇങ്ങോട്ട്. തുടർന്ന് പ്രിൻസിപ്പൾ ഈ ശാലിനിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അവസരത്തിൽ തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, സത്യയുടെ അച്ഛൻ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. സത്യയുടെ പഠന മികവിനെ പറ്റി രണ്ട് വാക്ക് എല്ലാവരോടുമായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു സന്തോഷമായിരിക്കും എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെയൊക്കെ പഠിച്ചാണ് നിൽക്കുന്നത്. തുടർന്ന് മൈക്കിൻ്റെ അടുത്തേക്ക് ശാലിനി പോകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സത്യയുടെ പഠന കാര്യങ്ങൾക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വന്നുകൊണ്ടിരുന്നത് സത്യയുടെ അമ്മയായ ജില്ലാ കളക്ടർ കൂടിയായ ശാലിനി വിഷ്ണുവാണ്. അതുകൊണ്ട് സത്യയുടെ ഈ അവാർഡ് വാങ്ങിയതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇവിടുത്തെ അധ്യാപകർക്കും ശാലിനിക്കും മാത്രമാണ്. ഇതുപോലെ വല്ല അവസരങ്ങളിലും വന്നു പോകുന്ന ഞങ്ങൾ കാഴ്ചക്കാർ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് ഇങ്ങനെ അവാർഡ് വാങ്ങാൻ പിന്നെ കാരണമായ ടീച്ചർമാർക്കും പ്രിൻസിപ്പൽക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനി വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തുടർന്നാണെങ്കിൽ ശാലിനി ഇങ്ങനെ പേടിച്ച് ആ ഒരു മടിച്ച് നിൽക്കുകയാണ്. പക്ഷേ സത്യമാണെങ്കിൽ ആകെ അങ്ങോട്ട് സന്തോഷത്തിരിക്കുകയാണ്. തുടർന്ന് ശാലിനിയോടൊപ്പം പിന്നെ സത്യമാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതേസമയം രമേശിൻ്റെ അച്ഛൻ പറയുകയാണ്, കൈയടിച്ചോ, നിൻ്റെ പ്ലാൻ അങ്ങോട്ട് പൊളിഞ്ഞില്ലേ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൈയടിച്ചോടാന്ന് രമേശിനോട് രമേശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. തുടർന്ന് അടുത്ത അവാർഡ് രമേശിനാണ് കൊടുക്കുന്നത്. തുടർന്ന് ശാലിനിയും സത്യയും കൂടി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് രമേശും അച്ഛനും കൂടി സ്റ്റേജിലേക്ക് കയറാൻ പോകുന്നത്. അന്നേരം രമേശിനെ കാണിച്ചിട്ട് സത്യ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ പറയാനുള്ള രമേശ്, എന്നെ എപ്പോഴും കളിയാക്കും. രമേശ് നീ അല്ലേ പറഞ്ഞത് എനിക്ക് അച്ഛനില്ല എന്നത്, കണ്ണ് തുറന്ന് കാണും, ഇതാണ് എൻ്റെ അച്ഛൻ, എനിക്ക് കിട്ടിയ അവാർഡാണ് എൻ്റെ അച്ഛൻ, ഇനി നിനക്ക് കിട്ടിയ അവാർഡ് നീ അങ്ങോട്ട് പോയി വാങ്ങ് എന്ന് പറഞ്ഞിട്ട് സത്യ കുറച്ച് അഹങ്കാരത്തോടെ സംസാരിക്കുകയാണ്. അന്നേരം രമേശ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്നേരം ഹലോ രമേശ് എന്നും പറഞ്ഞിങ്ങനെ ശാലിനി ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. രമേശ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ രമേശ് ആണെങ്കിൽ ഇങ്ങനെ ആകെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അവാർഡ് വാങ്ങാനായിട്ട് പ്രിൻസിപ്പൾ രമേശിനെ പേര് വിളിക്കുമ്പോൾ വാടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് രമേശിൻ്റെ അച്ഛൻ കയറി പോവുകയാണ് ഈ കുട്ടിയും കൊണ്ട്. തുടർന്ന് ശാലിനി സത്യയോട് പറയുന്നുണ്ട്, മോളെ അച്ഛൻ അല്പം തിരക്കുണ്ട്, നമുക്ക് പോകാമെന്ന്. അന്നേരം പപ്പിയും അങ്ങോട്ട് അടുത്തേക്ക് വരികയാണ്. തുടർന്ന് സത്യ പപ്പിയോട് പറയുന്നുണ്ട്, വിഷ്ണു അച്ഛൻ വരുന്നുണ്ടോ നോക്കാമെന്ന്. അന്നേരം ശാലിനി ഇങ്ങനെ സംശയിക്കുകയാണ്. തുടർന്ന് അവർ മൂന്നുപേരും കൂടി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതേസമയം വിഷ്ണുവും സത്യഭാമയും രോഹിത്തും ഒക്കെ കറക്റ്റ് വഴിയിലേക്ക് കയറുന്നുണ്ട്. അന്നേരം ഇപ്പോൾ വഴി ശരിയായെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ ചോദിക്കുമ്പോൾ ശരിയായെന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അന്നേരം ആരായിരിക്കും എന്നാൽ ആ ബോർഡ് അവിടെ കൊണ്ടുവച്ചത് എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പറ്റിപ്പോയില്ലേ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. എന്നിട്ട് മാക്സിമം സ്പീഡിൽ വീണ്ടും വിഷ്ണു വണ്ടി ഓടിച്ച് എത്താനുള്ളൊരു ശ്രമത്തിലാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവൊക്കെ വരുന്നതിന് മുമ്പേ പോകാനുള്ള ശ്രമത്തിലാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട്, പിന്നെ വിഷ്ണുവച്ഛനൊക്കെ ഇപ്പോൾ വരുമെന്ന്. അന്നേരം സത്യം പറയുകയാണ്, അവരൊക്കെ ഇപ്പോൾ വരും, അവരെ കണ്ടിട്ട് അവരെ അച്ഛന് പരിചയപ്പെടണ്ടേ, എന്നിട്ട് പോയാൽ പോരേന്ന്. അന്നേരം മോളെ അച്ഛന് ജോലിത്തിരക്കൊണ്ട് ജോലിക്ക് കയറേണ്ട സമയമായി, അത്യാവശ്യമായിട്ട് പോകണം, അവരൊക്കെ വന്നോട്ടെ, അവരെ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടാമെന്നിങ്ങനെ കടുപ്പിച്ച് ശാലിനി പറയുമ്പോൾ പിന്നെ അവർ സത്യയ്ക്കും പപ്പിക്കും ഒന്നും പറയാനായിട്ട് സാധിക്കില്ല, കയറ് എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി വണ്ടിയിലേക്ക് കയറിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി
ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ പിന്നെ കയറുകയാണ്. സത്യയും പുറകിൽ കയറുന്നുണ്ട്. തുടർന്ന് സത്യ പപ്പിയോട് പറയുന്നുണ്ട്, അവരോട് പറഞ്ഞിരുന്നാൽ മതി, അച്ഛൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന്. അന്നേരം പപ്പിയും സത്യവും ആ സന്തോഷത്തിലാണ് വണ്ടിയിൽ പോകുന്ന പപ്പിക്ക് ടാറ്റയൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ഈ ബൈക്ക് ബുള്ളറ്റ് ഫ്രണ്ടിലത്തെ ഗേറ്റ് വഴി കടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ വണ്ടി ആ പുറകിലത്തെ ഗേറ്റിൽ കൂടെ ഈ പപ്പിയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട്, സോറി മോളെ, ലേറ്റായിപ്പോയി, എന്തായി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ പപ്പി പറയുകയാണ്, ദേ സത്യയുടെ അച്ഛൻ വന്നിരുന്നു, ദേ പോകുന്നു എന്ന് പറഞ്ഞിങ്ങനെ വണ്ടി പോകുന്ന സൈഡിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ വിഷ്ണു ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ ബുള്ളറ്റിൽ പോകുന്നതും സത്യ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നതും കാണുമ്പോൾ വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് ഷോക്കായി നിൽക്കുന്ന, കൂടെ രോഹിത്തും സത്യഭാമയും ഒക്കെ. ആ ഒരു സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഇവരാണെങ്കിൽ ഇനി അവാർഡ് വാങ്ങിക്കാൻ ഫംഗ്ഷൻ കാണാൻ നിൽക്കുമോയെന്ന് അറിയില്ല. പക്ഷേ സത്യഭാമയും വിഷ്ണുവുമൊക്കെ നേരെ പിന്നെ കുടുംബശ്രീ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ടാണ് ബാക്കി അവിടെ പിന്നെ ശാലിനിയോട് ചൂടാവുന്നതും പിന്നീട് ശാലിനിയെ വിഷ്ണു അങ്ങോട്ട് അകറ്റി നിർത്താൻ തുടങ്ങുന്നതും ഒക്കെ ഇനിയുള്ള എപ്പിസോഡുകളാണ്. പക്ഷേ ഇനി അടുത്ത കുറച്ചധികം എപ്പിസോഡുകൾക്കകം സത്യഭാമ സത്യങ്ങളൊക്കെ അറിയുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.